ഇതെന്താ സുശീലേ, സ്ഥലം തെറ്റിയോ? അല്ല, വരനെ സ്വീകരിക്കാൻ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഏയ്, സ്ഥലമൊന്നും തെറ്റിയിട്ടില്ല. ഞങ്ങൾ ഈ സ്ഥലം വന്ന് കണ്ടതല്ലേ. എടാ സത്യ, നീ സച്ചി സാറിനെ ഒന്ന് വിളിച്ചേ. ദാസാറും വിജയേട്ടനും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതെന്താ ദാസാറേ, ഇവിടെ ആരെയും കാണാത്തെ? പെണ്ണിന്റെ വീട്ടുകാർ വന്ന് AC റൂമിൽ വിശ്രമിക്കുകയാണോ? അവരങ്ങനെ ചെയ്യോ സുശീലേ? സച്ചിയുടെ വീട്ടില് ഒരു ഗസ്റ്റ് വരാൻ ഇത്തിരി താമസിച്ചു. അവര് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അത് കൊള്ളാം. വരനും കൂട്ടിനും വന്നു കയറുമ്പോ സ്വീകരിക്കാൻ വധുവിന്റെ ആൾക്കാരില്ല. അത്രയ്ക്കുണ്ട് ഉത്തരവാദിത്വം. അവിടെ ഗസ്റ്റ് വരാൻ ലേറ്റ് ആയതുകൊണ്ടാണെന്ന് ദാസങ്ങൾ പറഞ്ഞില്ലേ കുഞ്ഞമ്മേ? നീ മിണ്ടാതിരിക്കടേക്കാ. കല്യാണ ചക്കം വലിയൊരു പറയുന്നത് അനുസരിച്ച് നിന്നാ മതി. അല്ല സാറേ, വരനും കൂട്ടരും വരുമ്പോ വധുവിന്റെ വീട്ടുകാർ മാലയിട്ട് സ്വീകരിക്കണമെന്നല്ലേ നാട്ടു നടപ്പ്? അല്ല, പാവപ്പെട്ട വീട്ടിലെ ചെറുക്കനോട് പണക്കാരായ പെണ്ണിന്റെ വീട്ടുകാരങ്ങനെ ഒരു മര്യാദ കാണിക്കണ്ടെന്ന് വെച്ചിട്ടാണോ? കുഞ്ഞമ്മേ, ഇദ്ദേഹം ആരാണെന്ന് വിചാരിച്ച കുഞ്ഞമ്മ എങ്ങനെയൊക്കെ സംസാരിക്കും? ആണേലും എനിക്ക് എന്നടാ നഷ്ടം. അതെ, ചെറുക്കൻ ഞങ്ങളുടേതാ. അവന്റെ അന്തസ്സിന് വേണ്ടി തമ്പുരാന്റെ മുന്നിലും ന്യായം പറയാൻ കുഞ്ഞമ്മണിക്ക് ഒരു മടിയൂല. ഇവര് സുശീലയുടെ അടുത്ത ബന്ധുവല്ലോ? അതെ, എന്റെ കുഞ്ഞമ്മയാ, അമ്മയുടെ അനിയത്തി. അങ്ങനെ വരട്ടെ, എനിക്ക് തെറ്റില്ല. കാര്യങ്ങൾ പറയാൻ സുശീലയുടെ ഡബിൾ മടങ്ങ് പവറ. സച്ചിയും കുടുംബവും വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എത്താൻ കുറച്ച് സമയമെടുക്കും. കല്യാണം നാളെയല്ലേ. സ്വീകരണമൊക്കെ നമുക്ക് താലി കെട്ടാൻ ഇറങ്ങുമ്പോ നടത്താം. ഇപ്പൊ എല്ലാവരും അകത്തേറി വിശ്രമിച്ചോളൂ. അത് പറ്റില്ല ദാസാറെ. ഞങ്ങളല്ല ആദ്യം ഇവിടെ വന്ന് കയറേണ്ടത്. കല്യാണം നടത്തുന്ന പെണ്ണിന്റെ വീട്ടുകാരാ. അവര് ഞങ്ങളെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകണം. സച്ചി സാറ് വരാൻ വൈകുകയാണെങ്കിൽ ദാസാറിനോട് നിങ്ങളെ സ്വീകരിക്കാൻ അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വധുവിന്റെ ആൾക്കാരാണെന്ന് കരുതിയാ പോരെ? കൊള്ളാം. ദാസാർ അത് പറഞ്ഞെങ്കിൽ മനസ്സിലാക്കാം. അല്ല, നീ സച്ചി സാറിന്റെ ആരാ വിജയ? അവൻ വധുവിന്റെ ആളാണ് പോലും. എടാ, നിന്നെ സച്ചി സാർ ഇവിടെ ശമ്പളത്തിന് വെച്ചിരിക്കാന്ന് ആർക്കാടാ അറിയാത്തത്? പണിക്ക് വന്ന പണിക്കാരൻ അത് ചെയ്താൽ മതി, അല്ലാതെ എന്റെ മകനെ സ്വീകരിക്കാൻ നിൽക്കണ്ട. അമ്മ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നമ്മൾ ഒരു കാലത്തെ സച്ചി സാറിന്റെ ആശ്രിതരായിരുന്നു. അത് വിജയം വിളിച്ചു പറഞ്ഞാലേ നാണം കെടുന്നത് അമ്മയായിരിക്കും. എടാ സുശീലേ, ഒരു നല്ല കാര്യത്തിന് വന്നിട്ട് ഇവിടെ നമ്മൾ തമ്മിലൊരു വഴക്ക് വേണ്ട. സച്ചിയും കുടുംബം സ്വീകരിച്ചാലേ നിങ്ങൾ അകത്തേക്ക് കയറുമെങ്കിൽ അവർ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കയറി വരാം. ഞങ്ങൾ വരാങ്ങളെ. ഏട്ടാ, നമുക്ക് അകത്തേക്ക് കയറാം. ആ, നിങ്ങൾ ഏട്ടനും അനിയനും മാത്രമേ കയറൂ. ഞാനും കുഞ്ഞമ്മ എന്തായാലും ഇവിടെ കുത്തിയിരിക്കും. അവര് വന്നിട്ടേ ഞങ്ങൾ കയറുന്നുള്ളൂ. അല്ല പിന്നെ. എടി സുശീലേ, നമുക്ക് വേണമെങ്കിൽ ഈ തറയിൽ ഇരിക്കാം. വേണ്ട വേണ്ട വേണ്ട. നിങ്ങൾക്കേ എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് തന്നെ ഇല്ലാതാക്കരുത്. വിജയ, ഇവർക്ക് ഇരിക്കാനുള്ള കുറച്ച് ചെയർ അറേഞ്ച് ചെയ്യും. ശരി സാർ, ചെല്ല്. അല്ല പിന്നെ.